ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എത്രയും അഭിവന്യ വി.എസ്. ഫ്രാൻസിസ് തിരുമേനി, കെ.ജി. ഡാനിയൽ തിരുമേനി, ഉമ്മൻ ജോർജ് തിരുമേനി, ഈ ഇടവകയിലെ കത്തീഡ്രലിൻ്റെ വികാരിയച്ഛൻ, മറ്റ് വൈദിക ശ്രേഷ്ഠർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ആദരണീയരായ കൊച്ചന്മാർ, സഭാ ശുശ്രൂഷകർ, ഇവാഞ്ചലിസ്റ്റ്, സഭാജനങ്ങൾ, സുഹൃത്തുക്കൾ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, എല്ലാറ്റിനും ഉപരിയായി ദിവംഗതനായ കെ.ജെ. സാമുവൽ തിരുമേനിയുടെ പ്രിയ മക്കൾ, അവരുടെ കുടുംബാംഗങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ സ്മാരക ശുശ്രൂഷയിൽ എനിക്ക് വന്ന് പങ്കെടുക്കുവാനും ഈ ശുശ്രൂഷയിലെ ഒരു സന്ദേശം നൽകുവാനും എന്നോട് ആവശ്യപ്പെട്ട വന്യ ഫ്രാൻസിസ് തിരുമേനിയോടും കെ.ജെ. സാമുവൽ തിരുമേനിയുടെ മക്കളോടും എൻ്റെ ഹൃദയംഗമായ നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു. തിരുമേനിയുടെ ഒപ്പം പ്രിയ കൊച്ചമ്മയുടെയും നല്ല ഓർമ്മകളുടെ മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എനിക്ക് കെ.ജെ. സാമുവൽ തിരുമേനിയോട് ഏറെ ബഹുമാനവും ആദരവും ഉണ്ട്. എന്നാൽ അതിലേറെ തിരുമേനിയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അതിന് കാരണം നിങ്ങൾക്ക് അറിവുള്ളതാണ്. ഒരു ബിഷപ്പിൻ്റെ സ്ഥാനത്തേക്ക് ദൈവത്തിൻ്റെ തിരുഹിതപ്രകാരം എന്നെ നിയമിച്ച് ആക്കിയത് അഭിവന്യ കെ.ജെ. സാമുവൽ തിരുമേനിയാണ്. അതുകൊണ്ടാണ് ഞാൻ തിരുമേനിയോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. അഭിവന്യ തിരുമേനിയുടെ ഏറെ ധന്യമായ ജീവിതത്തിനായി, സാക്ഷ്യത്തിനായി ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 7-ാമത്തെ വാക്യം, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. വന്യ തിരുമേനിയുടെ ജീവിത മാതൃക, സാക്ഷ്യം ദക്ഷിണേന്ത്യ സഭയ്ക്ക് മാത്രമല്ല, ആഗോള ക്രൈസ്തവ സഭയ്ക്ക്, എക്യൂമെനിക്കൽ പ്രസ്ഥാനങ്ങൾക്കൊക്കെ അഭിവന്യ തിരുമേനി നൽകിയ ആ നേതൃത്വത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു സാധാരണ ഭവനത്തിൽ തിരുമേനി ജനിച്ചു, അവിടെ വളർന്നു, ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിച്ചു, ഒരു ചെറിയ സ്കൂളിൽ പഠിച്ചു. പിന്നീട് ആ ജീവിതയാത്ര നേര് പറഞ്ഞാൽ വെറുമൊരു യാത്രയായിരുന്നില്ല, അതൊരു ജൈത്രയാത്രയായിരുന്നു. കാരണം നമ്മളുടെ നാട്ടിൽ മാത്രമല്ല, വിദേശത്തും മറ്റ് സ്ഥലങ്ങളിലെല്ലാം പോയി പഠിക്കുന്നതിനും ഒരു വൈദികനായി ശുശ്രൂഷ ചെയ്യുന്നതിനും ഒടുവിൽ ദക്ഷിണേന്ത്യ സഭയുടെ മോഡറേറ്ററായി സേവനം ചെയ്യുന്നതിനും അഭിവന്യ തിരുമേനിക്ക് കഴിഞ്ഞു എന്നോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ആ അഭൂതപൂർവമായ വളർച്ച അത് ദൈവത്തിൻ്റെ വലിയൊരു ദാനമാണ്. ഇന്ന് 1-ാം പാഠമായി വായിച്ച ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിലെ ഒരു വാക്യം
അവിടെ എൻ്റെ ഓർമ്മയിൽ വരുന്നു. അവൻ്റെ നാമത്തിൽ നീ ആകുന്നത് ദൈവനാമഹത്വത്തിനും ദൈവത്തെ ഭയപ്പെടുന്നതിനുമാണ്. അവൻ ചെയ്തതെല്ലാം നിനക്ക് വേണ്ടി ചെയ്തു എന്ന് ആവർത്തന പുസ്തകത്തിൽ ഇസ്രായേൽ മക്കളോടുമായിട്ടുള്ള ബന്ധത്തിൽ എഴുതിയിരിക്കുന്നത് വായിച്ചത് നാം കേട്ടല്ലോ. അപ്പോൾ ഞാൻ ഓർത്തത് അഭിനന്ദ തിരുമേനിയുടെ ജീവിതമാണ്. ഒരു കർത്താവിൻ്റെ ഒരു ദാസനായി, ഒരു വിശ്വസ്ത ശുശ്രൂഷകനായി ജീവിതം ആരംഭിച്ച് ആഗോള ക്രൈസ്തവ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ അഭിനന്ദ തിരുമേനിക്ക് കഴിഞ്ഞത് വാസ്തവമായി ഒരു വലിയ കൃപയാണ്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുപാട് കാര്യങ്ങൾ തിരുമേനിയെക്കുറിച്ച് പറയുവാൻ ഉണ്ട്. ഇതിന് ശേഷമുള്ള ആ ചെറിയ അനുസ്മരണ സമ്മേളനത്തിൽ അഭിനന്ദ തിരുമേനിമാർക്കും മറ്റുള്ളവർക്കും പറയുവാൻ അവസരമുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് കൂടുതൽ വിശദമായി ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. എങ്കിലും ഒരു സാധാരണ പട്ടക്കാരനായി ജീവിച്ച് വളർന്ന് ശുശ്രൂഷ ചെയ്ത് ഈ ദേശത്തിനും ഈ മഹായിടവയ്ക്കും ദക്ഷിണേന്ത്യ സഭയ്ക്കും ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള നേതൃത്വം നൽകിയ തിരുമേനിയെ നമുക്കൊരിക്കലും മറക്കാൻ സാധ്യമല്ല. എനിക്ക് തിരുമേനിയുടെ ജീവിതത്തിൽ ഏറ്റവും ആകർഷണീയമായി കണ്ട ഒരു കാര്യം തിരുമേനിയുടെ ആ മിഷണറി ജീവിതമാണ്. അത് എനിക്ക് വളരെ ഒരു നല്ല മാതൃകയായി ഞാൻ കാണുന്നുണ്ട്. വേറെയും മിഷണറിമാരിവിടെ ഇപ്പോൾ പള്ളിയിൽ ഉണ്ട്. കർത്താവ് നമ്മെ ഏൽപ്പിച്ച ദൗത്യത്തിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുക, ഒരു മിഷണറിയായി കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണല്ലോ. ഞാൻ ഈ ദിവസങ്ങളിൽ എൻ്റെ വ്യക്തിപരമായ ധ്യാനത്തിനായി ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് അപ്പോസ്തല പ്രവൃത്തികളിലെ പൗലോസ് അപ്പോസ്തലൻ്റെ മിഷണറി യാത്രയായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ്റെ മിഷണറി യാത്രയിൽ കർത്താവിന് വേണ്ടി ഏതെല്ലാം സ്ഥലങ്ങളിൽ സന്ദർശിച്ചു, അന്നത്തെ ഏതെല്ലാം രാജ്യങ്ങളിൽ പോയി, എന്തെല്ലാം പ്രതികൂലങ്ങളുണ്ടായി. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയാൽ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിപ്പാൻ പൗലോസ് അപ്പോസ്തലന് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇന്നും നമ്മൾ പൗലോസ് അപ്പോസ്തലൻ്റെ മിഷണറി യാത്ര വായിക്കുന്നത്. തിരുമേനി 14 വർഷം ഞാൻ മനസ്സിലാക്കുന്നത് ഭാരതത്തിൻ്റെ ഏതാനും ചില ഭാഗങ്ങളിൽ മിഷണറിയായി പ്രവർത്തിക്കാൻ തിരുമേനിക്കും തിരുമേനിയോടൊപ്പം കൊച്ചമ്മയ്ക്കും കഴിഞ്ഞു എന്ന് ഞാൻ ഓർക്കുക. അതിനുശേഷമാണ് ഈ മഹായിടവിലേക്ക് വരുന്നതും ഈ ഡയസിസിന് വളരെ ശക്തമായി നേതൃത്വം നൽകുന്നു. പിന്നീട് തിരുമേനിയുടെ ആ ശുശ്രൂഷ ദക്ഷിണേന്ത്യ സഭയ്ക്ക് മുഴുവനായി ലഭിച്ചു. തിരുമേനിയുടെ ആ കാഴ്ചപ്പാട്, ആ ദർശനം, മിഷണറി ദർശനം ഏറെ ആകർഷണീയമായിരുന്നു. മിഷണറി ആയിരിക്കണം എന്നുള്ളത് ഓരോ വിശ്വാസിയും അത് തിരുമേനിയുടെ ഒരു കാഴ്ചപ്പാടാണ് ആയിരുന്നു. ഒരുപാട് പ്രസംഗങ്ങൾ KJ സാമുവൽ തിരുമേനിയുടെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെല്ലാം വിഷയങ്ങൾ തിരുമേനി പറഞ്ഞാലും ഒടുവിൽ കൊണ്ട് നിർത്തുന്നത് യേശു കർത്താവിൻ്റെ സാക്ഷികളായിരിക്കുവാനായിട്ടുള്ള ആ വലിയ ആഹ്വാനത്തോടുകൂടിയാണ്. അത് കൊച്ചുകുട്ടികളായാലും മുതിർന്നവരായാലും വിശ്വാസ സമൂഹത്തോടെ എവിടെയായിരുന്നാലും തിരുമേനി അത് വിളിച്ചു പറയുവാൻ
അതിനുവേണ്ടി ആളുകളെ പ്രോത്സാഹിപ്പിക്കുവാൻ തിരുമേനിക്ക് കഴിഞ്ഞു എന്നോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തിരുമേനിയുടെ മറ്റ് കാര്യങ്ങൾ, ഈ ദേശത്തിന് ചെയ്ത നന്മകൾ, നമ്മുടെ ഡയസിസിന് ചെയ്ത സംഭാവനകൾ, അതെല്ലാം വിലപ്പെട്ടതാണ്. എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കുന്ന ഒന്നായിരുന്നു ആ സാക്ഷ്യ ജീവിതം. അതോർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. എന്നാൽ ഒരു കാര്യം ഇതിനോട് ചേർന്ന് പറയട്ടെ. നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു പ്രസ്താവനയുണ്ടല്ലോ, നോബഡി ഈസ് പെർഫെക്റ്റ്. ആരും പൂർണ്ണരല്ല. തിരുമേനിയുടെ ജീവിതത്തിൽ, തിരുമേനിയുടെ ശുശ്രൂഷയിൽ, മിനിസ്ട്രിയിൽ വളരെ വിവാദപരമായ ഒരു സംഭവം നടന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഞാൻ ആ സമയത്ത് CSI ബിഷപ്സ് കൗൺസിലിലെ അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു. ആ സമയത്ത് നടന്ന ഒരു വിവാദപരമായ ശുശ്രൂഷ, അതിന്നും ആളുകൾ പല സാഹചര്യത്തിൽ ഓർമ്മിക്കുന്നുണ്ട്. KP യോഹന്നാൻ അദ്ദേഹത്തെ ഒരു സഭയുടെ ബിഷപ്പായി അഭിഷേകം ചെയ്ത ആ സംഭവമാണ്. നമുക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ അത് വലിയൊരു വിവാദമായിരുന്നു. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. എങ്കിലും ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ മറ്റൊരു പ്രസ്താവന പറയുമല്ലോ, ടൈം വിൽ ഹീൽ. വാസ്തവത്തിൽ അത് അങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ കാണുകയാണ്. ഇന്ന് ബിലീവേഴ്സ് ചർച്ചിന് എക്യൂമിനിക്കൽ പ്രസ്ഥാനത്തിൽ, ആ സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ട്. ഒരുപാട് ആ സഭ വളർന്നു. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിലും മറ്റ് എക്യൂമിനിക്കൽ പ്രസ്ഥാനങ്ങളിലെല്ലാം ആ സഭ കാര്യമായി പങ്കുവഹിക്കുന്നു. മറ്റ് സഭാ മേലധ്യക്ഷന്മാരുമായിട്ടുള്ള കൂട്ടായ്മ വളരെ സജീവമായി തുടരുന്നു. എന്നാൽ ആ വിവാദം ഇന്നും കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളതും വാസ്തവമാണ്. അതുകൊണ്ട് അഭിവന്യ ദിവംഗതനായ KJ സാമുവൽ തിരുമേനിയുടെ ജീവിതം നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കത്തില്ല. അത്രയേറെ സ്വാധീനമായിരുന്നു തിരുമേനിക്ക് നമ്മുടെ മേലുണ്ടായിരുന്നു, മറ്റ് സഭകളുടെ മേൽ, എക്യൂമിനിക്കൽ സർക്കിളിൽ, ദക്ഷിണേന്ത്യ സഭയിൽ, ആഗോള ക്രൈസ്തവ സഭയിൽ. അതുകൊണ്ട് ആ ധന്യമായ ജീവിതത്തിൻ്റെ മുമ്പിൽ ഒരിക്കൽ കൂടെ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പ്രിയ കൊച്ചമ്മയും ജീവിതത്തെയും നന്ദിയോടുകൂടെ ഞാൻ ഓർക്കുന്നു. അവരുടെ പ്രിയ മക്കൾ 3 പേരെയും, കൊച്ചുമക്കളെയും എല്ലാവരെയും സർവശക്തനായ ദൈവം തുടർന്നും കാത്ത് പരിപാലിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ അത്ര സുഖകരമായ കാര്യമല്ല. ഇവിടെ ഇങ്ങനെ വന്യ ബിഷപ്പ്മാരുടെ സാന്നിധ്യത്തിൽ ഒരു ചെറിയ കൂട്ടമായിട്ട് ഇവിടെ അഭിവന്യ തിരുമേനിയുടെ ആ സ്മരണയെ പുതുക്കാൻ ഉള്ള ഈ യോഗത്തിൽ ഞാൻ സന്ദേശം പറയുമ്പോൾ എൻ്റെ മനസ്സിനെ മഥിക്കുന്ന ദക്ഷിണേന്ത്യ സഭയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളും എൻ്റെ ഓർമ്മയിൽ, ചിന്തയിൽ വരികയാണ്. അത് പറഞ്ഞില്ല എങ്കിൽ എൻ്റെ സന്ദേശം പൂർണ്ണമാകില്ല എന്ന് ഞാൻ കരുതുന്നു. കാരണം അത്രയ്ക്ക്
പരമപ്രധാനമായ ഒരു കാലത്തിലൂടെയാണ് നമ്മളുടെ സഭ കടന്നു പോകുന്നത്. ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ. ദക്ഷിണേന്ത്യ സഭ, CSI സഭ ഇന്ന് ഗുരുതരമായ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്. ആ പ്രതിസന്ധിക്ക് ഒരുപാട് മാനങ്ങളുണ്ട്. ഈ പ്രതിസന്ധി, ഈ ക്രൈസിസ് ഇന്നലെയോ ഇന്നോ തുടങ്ങിയതല്ല. അത് കുറേ കാലമായി ഈ പ്രതിസന്ധി ഉണ്ടായി തുടങ്ങിയിട്ട്. നമ്മുടെ വീടിനോ ഏതെങ്കിലും ഒരു കെട്ടിടത്തിനോ ഒരു ചോർച്ചയുണ്ടാവും. ഒരുപക്ഷെ അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കില്ല. ഒരു ഓടിൻ്റെ ഒരു മൂല ഇളകി അതിലൂടെ മഴവെള്ളം മുറിയിൽ വീഴുമ്പോൾ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, ചിലപ്പോൾ ശ്രദ്ധിച്ചില്ല എന്ന് വരും. എന്നാൽ കാലാന്തരത്തിൽ ആ ചോർച്ച വലുതാകുകയാണ്. അതാണ് CSI സഭയ്ക്ക് സംഭവിച്ചത് എന്ന് ഞാൻ കരുതുന്നു. പ്രതിസന്ധി ദിനംതോറും വളർന്നു വരികയാണ്. ഇവിടെ പ്രതിസന്ധിക്ക് കാരണമെന്താണ് എന്നുള്ളത് ഈ സമയത്ത് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് നമ്മൾ ഓർക്കുന്നത് ധന്യമായി ജീവിതം നയിച്ച ഒരു തിരുമേനിയുടെ ജീവിതമാണ്. അതുകൊണ്ട് ദക്ഷിണേന്ത്യ സഭയിൽ ബിഷപ്പിൻ്റെ റോൾ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ബിഷപ്പിന് ബിഷപ്പായിരിക്കുവാനായിട്ടുള്ള ആ ട്രെയിനിങ്, ആ പരിശീലനം എങ്ങനെയായിരിക്കണം, ഒരു ബിഷപ്പിൻ്റെ വിദ്യാഭ്യാസം എത്രയായിരിക്കണം, ഒരു ബിഷപ്പിനെ തിരഞ്ഞെടുക്കുന്ന ആ എലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയായിരിക്കണം, എല്ലാറ്റിലുപരിയായി അടിസ്ഥാനപരമായി ഈ സ്ഥാനത്തേക്ക് വരുന്ന ആളുകളുടെ ദൈവശാസ്ത്ര വീക്ഷണം എന്തായിരിക്കണം. നമ്മളുടെ സഭാ ചരിത്രം നാം ചിന്തിച്ചാൽ വേണ്ടവണ്ണം യോഗ്യതയില്ലാത്ത പല ആളുകളും മത്സര രംഗത്ത് വരികയും നിയമിക്കപ്പെടുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും അവരുടെ ദർശനം മണി, പവർ, അതോറിറ്റി, വ്യാപകമായ തെറ്റുകൾ സംഭവിക്കുന്നു. പല തിരുമേനിമാർക്കും അവരെ നിയമിച്ചാക്കിയ ശുശ്രൂഷകൾ ഭംഗിയായി ചെയ്യുവാൻ ഉള്ള സാഹചര്യം ഇല്ലാതായിത്തീർന്നിരിക്കുന്നു. ഇതും ഇന്നും ഇന്നലെയും തുടങ്ങിയ കാണുന്ന കാര്യമല്ല. പല വർഷങ്ങളായി ഒരു കെട്ടിടത്തിൻ്റെ ചോർച്ച പോലെ സംഭവിക്കുകയാണ്. ഒരു ബിഷപ്പ് നന്നായി ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്ന ആളായിരിക്കണം. പ്രസംഗിച്ചാൽ മാത്രം പോരാ, ദൈവവചനം പഠിപ്പിക്കാൻ പ്രാപ്തിയുള്ള ആളുമായിരിക്കണം. നിശ്ചയമായും നീതിപൂർവമായി ഭരണം നിർവഹിക്കുന്ന ആളായിരിക്കണം. സാമ്പത്തിക കാര്യം വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്ന ഒരാളായിരിക്കണം. ഒരു നല്ല നേതാവായിരിക്കണം. ഒരു നല്ല ലീഡറായിരിക്കണം. എല്ലാറ്റിനുപരിയായി വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുന്ന ആളായിരിക്കണം. ആംഗ്ലിക്കൻ സഭ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്, ഡിഫെൻഡർ ഓഫ് ഫെയ്ത്ത്. ചിലപ്പോൾ ജനങ്ങൾ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ഉള്ള സാധ്യതയുണ്ട്, പലതരത്തിലുള്ള സ്വാധീനങ്ങളുണ്ടാവുമ്പോൾ. എന്നാൽ അധ്യക്ഷൻ്റെ ചുമതല സത്യവിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ തരത്തിൽ ചിന്തിക്കാൻ പ്രാപ്തിയുള്ളവരായിരിക്കണം.
വൈദികരുടെ വൈദികനായിരിക്കണം. ഞാൻ ബിഷപ്പായി തീർന്നപ്പോൾ എനിക്ക് കിട്ടിയ പല ഉപദേശങ്ങളിലൊന്നാണ്, യു ആർ ഹിയർ ആഫ്റ്റർ പാസ്റ്റേഴ്സ് പാസ്റ്റർ. വൈദികരുടെ അച്ഛനായിരിക്കുക. കാരണം കൂടെ ജോലി ചെയ്യുന്നവരാണ്, കൂടെ ശുശ്രൂഷ ചെയ്യുന്നവരാണ് വൈദികർ. അവർക്ക് പലതരത്തിലുള്ള നൊമ്പരങ്ങളുണ്ട്. അവർ പല വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നവരാണ്. അവർക്ക് ഒരു കൈത്താങ്ങലായിരിക്കുവാൻ ഒരു ബിഷപ്പിന് കഴിയണം. മാത്രമല്ല അതോടൊപ്പം തന്നെ ഒരു നല്ല ഡിസിപ്ലിനേറിയനുമായിരിക്കണം. പൊതുവിഷയങ്ങളിൽ തൻ്റെ ശബ്ദം, തൻ്റെ നിലപാടെന്താണെന്ന് സമൂഹം അറിയണം. വേദഗ്രന്ഥങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളായിരിക്കണം. ഒരുപക്ഷെ ഒരുപാട് സമയം ഭരണത്തിനായി വിനിയോഗിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ കഴിയാതെ പോകുമ്പോൾ തൻ്റെ ചുമതലയുള്ള വൈദികരും ഒരുപക്ഷെ ആ പാത തുടർന്നു എന്ന് വന്നേക്കാം. അതായത് ദാർശനികവും ദൈവശാസ്ത്രപരമായ വിഷയങ്ങളിൽ ശ്രദ്ധിക്കുവാനോ പഠിക്കുവാനായിട്ടുള്ളൊരു താല്പര്യമില്ലാതെ പോകുന്നവരുണ്ട്. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ലൗകികമായ അധികാരത്തിനായി യേശുവിൻ്റെ സമൂലമായ സന്ദേശം നഷ്ടമാക്കി കളയുവാൻ മടിയില്ലാതായിത്തീർന്നു. സഭയിലൊരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ അതിലെത്ര പേർക്കാണ് ഉത്കണ്ഠ? പല ആളുകളും കാഴ്ചക്കാരാണ്. പല ആളുകളും വാർത്തകൾ കേൾക്കുമ്പോൾ അത് മറ്റുള്ളവരുമായി പറയുന്നു എന്നല്ലാതെ അതിനപ്പുറമായി അതേക്കുറിച്ചൊരു ഉത്കണ്ഠ പലർക്കും നഷ്ടപ്പെട്ടിരിക്കുന്നത്, സഭാജനങ്ങൾക്ക് പോലും. അപ്പോൾ എൻ്റെ ഒരു കൺസേൺ എന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മളുടെ സഭ, ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന ഈ സഭയുടെ ഈ പ്രതിസന്ധി, ഈ ക്രൈസിസ് എങ്ങനെയാണ് പരിഹരിക്കുക? നിങ്ങളെല്ലാവരും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണ്. കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡ്രൈവിന് എന്തെങ്കിലും തകരാറ് പറ്റിയാൽ നമ്മൾ വീട്ടിൽ വെള്ളത്തിന് വേണ്ടിയുള്ള പൈപ്പ് നന്നാക്കുന്ന പ്ലംബറെ ആ കാര്യം ഏൽപ്പിച്ചാൽ ആ കമ്പ്യൂട്ടർ ശരിയാവില്ല. സഭയ്ക്ക് ഇന്ന് ആവശ്യം, സഭയ്ക്ക് ഇന്ന് നഷ്ടപ്പെട്ട യേശുവിൻ്റെ ആ നമുക്ക് നൽകിയ ദർശനം വീണ്ടെടുക്കുക എന്നുള്ളതാണ്. We must fix ourselves spiritually. ആത്മീയമായിട്ടുള്ള ഒരു ജീവിതത്തിന് ഒരു മാറ്റമുണ്ടാവണം. നമ്മൾ പുറകോട്ട് പോയി എന്നാണ് ധാർമ്മികമായി, വിശ്വാസപരമായി, ദാർശനികമായി ദക്ഷിണേന്ത്യ സഭ പുറകോട്ട് പോയി എന്നാണ് ഞാൻ കാണുന്നത്. നമുക്ക് നഷ്ടപ്പെട്ട ബഹുമാനവും നമുക്ക് നഷ്ടപ്പെട്ട സത്യസന്ധതയും വീണ്ടെടുക്കാൻ നമുക്ക് കഴിയണം. ഞാൻ തിരുവല്ലയിൽ താമസിക്കുന്നു. തിരുവല്ലയിലുള്ള ഒരുപാട് സഭാ മേലധ്യക്ഷന്മാരും ആയി ഏതെങ്കിലും സാഹചര്യത്തിലൊക്കെ സംസാരിക്കുവാനും ഇടപെടുവാനായിട്ടുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട്. അവരൊക്കെ എന്നെ കാണുമ്പോൾ അവരുടെയൊക്കെ സഭകളിലൊക്കെ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവരൊക്കെ എൻ്റെ മുഖത്ത് നോക്കി ദക്ഷിണേന്ത്യ സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഇമേജിനെക്കുറിച്ച് എന്നോട് പറയുമ്പോൾ വാസ്തവമായി എനിക്ക് ദുഃഖം തോന്നാറുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ട ടെസ്റ്റിമണി
നാം വീണ്ടെടുക്കണം. സഭയ്ക്ക് നഷ്ടപ്പെട്ട ബഹുമാനം വീണ്ടെടുക്കണം. കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്ന് കരേറുവാൻ അവിടെ വൃക്ഷത്തൈകൾ നടുന്ന പതിവുണ്ടല്ലോ. അങ്ങനെ ഏതാനും വൃക്ഷത്തൈകൾ നടുന്നതുപോലെ അവിടെ ചില മീറ്റിങ്ങുകൾ നടന്നാൽ ഇതിൽ നിന്ന് കരേറുവാൻ പ്രയാസമാണ്. ഈ പ്രശ്നത്തെ പരിഹരിക്കണമെങ്കിൽ ആത്മീയമായി തന്നെ പരിഹരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനം ബിഷപ്പന്മാർക്കും ഒപ്പം സഭാജനങ്ങൾക്കും ഉണ്ടാവണം. സഭയിൽ നിന്ന് ഇന്ന് യുവജനങ്ങൾ അകന്നു പോവുകയാണ്. ഞാൻ സംബന്ധിക്കുന്ന പള്ളി തിരുവല്ലയിലുള്ള സെൻറ് തോമസ് ഇടവകയാണ്. ഓരോ വർഷവും യുവജനങ്ങൾ കുറഞ്ഞു വരികയാണ്. അകലുന്നു മാത്രമല്ല, അവരുടെ വിശ്വാസവും നഷ്ടപ്പെടുന്നു. സഭയുടെ മന്ദഗതിയിലുള്ള ഈ പോക്ക്, ഈ നീക്കം ഇങ്ങനെ പോയാൽ സഭയുടെ വീഴ്ച ത്വരിതപ്പെടുമെന്നുള്ളതിന് സംശയമില്ല. വിശ്വാസത്തിൻ്റെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മുടെ നിലപാടുകൾ, പ്രത്യയശാസ്ത്രങ്ങൾ വികലമാകും. വികലമായ വിശ്വാസവും വികലമായ പ്രത്യയശാസ്ത്രങ്ങളും നമ്മുടെ സഭയെ മുമ്പോട്ട് നയിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇത് ഈസ്റ്റർ ടൈഡാണല്ലോ, പുനരുത്ഥാനത്തിന് ശേഷമുള്ള ആഴ്ചകളാണല്ലോ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ യേശു കർത്താവിൻ്റെ സ്വർഗാരോഹണം നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ്. ഞാൻ പറയട്ടെ, എൻ്റെ മനസ്സിൽ ആത്മാർത്ഥമായി തോന്നുന്നത് ദക്ഷിണേന്ത്യ സഭയ്ക്ക് ഒരു പുനരുത്ഥാനം ഉണ്ടാവണം. പരാജയപ്പെടുന്ന ആശയങ്ങളോടും വ്യവസ്ഥിതികളോടും ആശയങ്ങളോടും നമ്മൾ മുഖം തിരിക്കണം. എല്ലാവർക്കും ഒരു മാറ്റമുണ്ടാവണം. നേതൃത്വത്തിലിരിക്കുന്നവരെ മാത്രം നമ്മൾ വിരിച്ചുകൊണ്ടുന്നത് ശരിയല്ല. അതിനൊക്കെ കൂട്ടുനിൽക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സഭയിലുണ്ട്. തെറ്റായ നിലപാടുകൾക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ സഭയിലുണ്ട്. അതിന് പണം ചെലവാക്കാൻ പോലും മടിയില്ലാത്ത ആളുകളുണ്ട്. നിങ്ങൾക്കറിയാം, സഭയെ ഒരു ലൈഫ് ബോട്ടിനോട് പലപ്പോഴും ഉപമിക്കാറുണ്ട്, ഒരു പടകിനോട്. ഈ ഭൂമിയിൽ തിന്മയുടെ വെള്ളം പൊങ്ങുമ്പോൾ, ഈ ഭൂമിയിൽ തിന്മ നിറയുമ്പോൾ, ഒരു സഭയെ, വിശ്വാസ സമൂഹത്തെ കാത്തു സൂക്ഷിക്കുന്ന ലൈഫ് ബോട്ട് ആ സഭയ്ക്ക് തുരങ്കം വയ്ക്കുന്നവർ ഇന്നുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മളുടെ ഈ ലൈഫ് ബോട്ടിൽ തിന്മയുടെ വെള്ളം കയറി അതിനെ മുക്കിക്കളയുവാനുള്ള സാധ്യതയുണ്ട്. നമ്മളുടെ ഡയസിസിൽ, നമ്മളുടെ സഭയിൽ വളരെ അറിവുള്ള, കഴിവുള്ള, നേതൃത്വത്തിലിരിക്കുന്ന ആളുകളുണ്ട്, ബിഷപ്പന്മാരുണ്ട്. അവരൊക്കെ ചിന്താശക്തി ഉള്ളവരുമാണ്. എന്നാൽ എന്തുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ നമ്മളൊക്കെ പരാജയപ്പെടുന്നു? നേതൃത്വം ശരിയായെങ്കിലേ ജനങ്ങൾ ശരിയാകുവാനുള്ള സാധ്യതയുള്ളൂ. പഴയൊരു ചൊല്ലുണ്ടല്ലോ, യഥാ രാജ തഥാ പ്രജ. സഭാ സമൂഹത്തെ, വിശ്വാസ സമൂഹത്തെ നേരായ പാതയിൽ നയിക്കുവാൻ നമുക്ക് കഴിയണം. എനിക്ക് തോന്നുന്നു കെ ജെ സാമുവൽ തിരുമേനിയുടെ ആ മിഷണറി ദർശനം അതിനേറെ സഹായകരമായി എന്ന് ഞാൻ കരുതുകയാണ്. അവിടുന്നും ഇവിടുന്നും കിട്ടുന്ന പുരോഗമനം എന്ന് പറയുന്ന ചില ചിന്തകൾ, അതിനെയൊക്കെ റീസൈക്കിൾ ചെയ്ത് ജനങ്ങൾക്ക് കൊടുക്കുന്നത് അല്ല ആത്മീയ നവോത്ഥാനം. കാരണം അതിലൊന്നും ദൈവത്തിന് സ്ഥാനമില്ല. ടൂറിസത്തിന് ഓരോ പാക്കേജ് കൊടുക്കുന്നത് പോലെയാണ് പലപ്പോഴും വിശ്വാസത്തിൻ്റെ പാക്കേജ് കൊടുക്കുന്നത്.
നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ, ദക്ഷിണേന്ത്യ സഭയുടെ ജീവിതത്തിൽ ദൈവത്തിന് മുഖ്യസ്ഥാനം കൊടുക്കണം. പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നില്ല. അതുകൊണ്ടുണ്ടാകുന്ന അപമാനം ഏറെയാണ്. നിശ്ചയമായും ദൈവശാസ്ത്രപരമായി ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. നമുക്കിന്ന് ആവശ്യം, നമ്മുടെ സഭയ്ക്കിന്ന് ആവശ്യം, അത് ഈസ്റ്റ് കേരള മഹാ ഇടവയ്ക്ക് മാത്രമല്ല, ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന മധ്യ കേരള മഹാ ഇടവയ്ക്ക് ഉൾപ്പെടെ ദക്ഷിണേന്ത്യ സഭയ്ക്ക് ഇന്ന് ആവശ്യം ഒരു ആത്മീയ നവീകരണമാണ്. വരുന്ന തലമുറയ്ക്ക് ഊർജം പകരുവാൻ നമുക്ക് കഴിയണം. അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഉത്സാഹം വീണ്ടെടുക്കണം. ദൈവത്തോടും സഭയോടും പുതിയ പ്രതിബദ്ധത സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയണം. ഇത് നമ്മുടെ മുമ്പിലുള്ള വലിയ ഉത്തരവാദിത്തമാണ്. യാഥാർത്ഥ്യത്തെ നിഷേധിച്ചിട്ട് കാര്യമില്ല. എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ക്രിസ്തുവിൻ്റെ ദൗത്യം, ക്രിസ്തു നമ്മളെ ഏൽപ്പിച്ച ദൗത്യം ഓർക്കുന്നില്ലേ? വാതിലടച്ച് ഇരുന്ന ശിഷ്യന്മാരുടെ മധ്യത്തിൽ യേശു വന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ദക്ഷിണേന്ത്യ സഭ അത് മറന്നുപോയോ? നാം അത് മറന്നുപോയോ? ക്രിസ്തു പറഞ്ഞത്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ജീവിതത്തിന് ഒരു വ്യത്യാസമുണ്ടാവണം. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം, നമുക്ക് ലഭിച്ചിരിക്കുന്ന ചുമതല ഭംഗിയായി പൂർത്തീകരിക്കുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. സാധാരണ ഒരു വേദഭാഗം വായിക്കുന്നത് പ്രസംഗത്തിൻ്റെ ആരംഭമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ഏതാനും വാക്യങ്ങൾ എൻ്റെ പ്രസംഗത്തിൻ്റെ ഉപസംഹാരമായി വായിച്ച് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം, അതിൽ 7-ാമത്തെ വാക്യം. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകരുത്. അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതുകൊണ്ട് 14-ാം വാക്യം, ഉറങ്ങുന്നവരെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് പറയുന്നു. ഒരിക്കൽ കൂടെ അഭിവന്യ KJ സാമുവൽ തിരുമേനിയുടെ ആ നല്ല ഓർമ്മയുടെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. അപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ